ഏകാന്തതയുടെ അപാരത. എന്താണ് ഏകാന്തതയുടെ അപാരത? ഏകാന്തത എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടമല്ല. എന്നാൽ പലർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്കെങ്ങനെയാ? ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണോ? റിയലി സോളിറ്റ്യൂഡ് ഈസ് എ ബ്ലിസ്. ടോട്ടൽ ഹാപ്പിനെസ് ആണ് ഏകാന്തമായിരിക്കുമ്പോൾ എന്ന് പലരും പറയാറുണ്ട് അല്ലേ? നമുക്ക് പണ്ടൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ പേടി ഉള്ള ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ തിരിച്ചറിയണത്രേ. നമ്മൾ കുറേ സോഷ്യലി മിങ്കിളിങ് ആകുമ്പോൾ ഒരു സോഷ്യൽ ഫെറ്റീഗ്നെസ് വരും. നമ്മളിങ്ങനെ ചെറുപറ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം ഇങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് മതിയായി തോന്നും. ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി തോന്നില്ലേ? അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കും അല്ലേ? അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ലാഭങ്ങളാ? നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷേ അല്ല അത് ഈ ഇടക്കാലത്തിട്ടാ. അതിനു മുൻപ് അങ്ങനെയല്ല. ഒറ്റയ്ക്കിരിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോഴായിരുന്നു ക്രിയേറ്റിവിറ്റി ബ്ലൂം ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്രയും ക്രിയേറ്റിവിറ്റി തോന്നുന്നത്? നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണല്ലോ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് ഇൻ സോളിറ്റ്യൂഡ്? നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത്? നമുക്ക് ടോട്ടൽ റിലാക്സേഷൻ ആട്ടോ. നിങ്ങൾ 5 മിനിറ്റ് കണ്ണടച്ച് ഒറ്റയ്ക്കിരുന്ന് നോക്കിയിട്ടുണ്ടോ? സെൽഫ് ഒബ്സർവേഷൻ ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് അതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. ഞാൻ പറയുന്ന സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലോൺലിനെസ്സോ അങ്ങനെയല്ല കേട്ടോ. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടോട്ടൽ ബ്ലിസ്. വി ആർ എൻജോയിങ് അവർ ഓൺ കമ്പനി. പലപ്പോഴും ഒറ്റപ്പെടുക, ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് പേടിയും ഒരു വിഷമമുള്ള കാര്യമാണ് അല്ലേ? ഒരു 5 മിനിറ്റ് കിട്ടിയത് ആ ഫോൺ ഗ്രാബ് ചെയ്തു, ആർക്കൊക്കെ ടെക്സ്റ്റ് ചെയ്യണ്ടേ നോക്കി. അങ്ങനത്തെ ഒരു ടീമായിരിക്കും നമ്മളുടെ മൈൻഡിൽ പ്രവർത്തിക്കുന്ന ടോട്ടൽ ചിന്തകൾ അല്ലേ? ആ ഒരു ടീം ഓഫ് തോട്ട്സിനെ മാറ്റിയിട്ട് നമ്മളുടെ കമ്പനി നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഈ ഒറ്റയ്ക്കിരിക്കണമൊന്നും ഒരു പ്രശ്നമല്ല. വി ആർ മോർ ക്രിയേറ്റീവ് വെൻ വി ആർ സിറ്റിംഗ് ഓർ സ്റ്റേയിങ് എലോൺ. നമ്മൾ ഈ ചന്ദ്രനെ കണ്ടിട്ടില്ലേ? ചുറ്റും ഇത്രയും നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ അത് നന്നായി പ്രകാശിക്കുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? ഒറ്റയ്ക്ക് ഇരിക്കണോണ്ടാന്നൊക്കെ പറയണ്ട കേട്ടോ. അത് ആളാളുടെ കമ്പനി എൻജോയ് ചെയ്യണോണ്ടാകും എന്ന് വിശ്വസിച്ചൂടെ? ഇനി ഒറ്റയ്ക്ക് പാട്ട് പാടുന്ന കിളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടുന്ന ബുൾബുൾ, മന്നാത്തിപ്പുള്ള് ഇങ്ങനെയൊക്കെയുള്ള കിളികളില്ലേ? ദേ ആർ എൻജോയിങ് ദിയർ ഓൺ കമ്പനി. സോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏകാന്തത എന്ന് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ റീചാർജ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നമ്മളെ തന്നെ റീചാർജ് ചെയ്യാനുള്ള ഒരു അവസരം. എ ലിറ്റിൽ അലോൺ ടൈം ഇസ് എ ഗ്രേറ്റ് വേ ടു റിഫ്ലക്റ്റ്, റീചാർജ് ആൻഡ് റീകണക്ട് വിത്ത് അവർ സെൽഫ് എന്ന് പറഞ്ഞേക്കണം. അതായത് നമ്മൾ നമ്മളെ തന്നെ അറിയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും. പിന്നെ ആ സോഷ്യൽ ഫെറ്റിഗ്നെസ് എന്നുള്ളത് നമ്മളിൽ നിന്ന് പോവും. ഇറ്റ് പ്രൊമോട്ട്സ് ഇൻഡിപെൻഡൻസ്. നമ്മൾ കൂടുതൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. അതുമാത്രമല്ല നമ്മൾ സൊസൈറ്റി ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പില്ലേ അതിലും കുറേ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയണം. ഇറ്റ് സ്പാർക്സ് റിയൽ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുക ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത്ര മോശം ആൾക്കാരൊന്നുമല്ല കേട്ടോ. ദേ ആർ എൻജോയിങ് ദിയർ ഓൺ കമ്പനി. അതുകൊണ്ട് ഏകാന്തതയുടെ അപാര തീരങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് അറിയാൻ ശ്രമിക്കൂ. സോളിറ്റ്യൂഡ് ഇസ് റിയലി എ ബ്ലിസ്.